അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبسند المتصل منا إلى الإمام الحافظ الحجة أمير المؤمنين في الحديث مسلم بن الحجاج القشيري النيسابوري أنه قال باب بلوغ حلية المؤمن حيث يبلغ الوضوء. ബാബു ബുലൂഗി ഹില്യത്തിൽ മുഅ്മിൻ. നേരത്തെ പറഞ്ഞ ബാബുകളിൽ പറഞ്ഞ സംഗതികൾ തന്നെയാണിത്. നമ്മൾ ഇസ്ബാഗുൽ വുദൂ അതുപോലെ ഇതാലത്തുൽ ഖുർറത്തി വത്തഹ്ജീലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ആ വിഷയം തന്നെയാണ് ഇതും. ബാബു ബുലൂഗി ഹില്യത്തിൽ മൂമിൻ. ഓ മൂമിനിന്റെ ആഭരണം എത്തുന്നത് ഒരു നാളെ സ്വർഗത്തിൽ ഒരു മൂമിനിന്റെ ആഭരണം എവിടം വരെ എത്തും? ആഭരണം കൊണ്ട് ശാരീഹ്യങ്ങൾ പറയുന്നത് പ്രകാശമാണ്, നൂറാണ്. നൂറുഹും യസ്ആ ബൈന ഐദീഹിം എന്നൊക്കെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ. നൂറാനിയത്ത്, ആ നൂറാനിയത്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഇതാലത്തുൽ ഖുർറത്തി വത്തഹ്ജീലിലൊക്കെ പറഞ്ഞത്. ഒരു തരം നൂറാനിയത്ത് തന്നെയാണ്. ആ നൂറാനിയത്തിനെ സംബന്ധിച്ച് തന്നെയാണ് ഇവിടെ ഹില്യത്ത് ഉപയോഗിച്ചത്. ഹില്യത്തൊരു വെളിച്ചമാണ്, ഒരു പ്രകാശമാണ്, ഒരു ഭംഗിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹില്യത്ത് ഉപയോഗിച്ചത്. ആ ഒരു മൂമിനിന്റെ പ്രകാശം അത് എവിടം വരെ എത്തും? ഹൈസു യബ്ലുഗുൽ വളൂ വാവിന് ഫതഹ് കൊണ്ട് വുളൂവിന്റെ വെള്ളം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മൂമിനിനൊരു പ്രത്യേകമായ പ്രകാശം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലും മഹ്ശറിലും ഒക്കെ മൂമിനിന് ആ നിലക്കുള്ള ഒരു പ്രകാശം കൊടുക്കും. ആ പ്രകാശം എവിടം വരെ എത്തും? അതാണ് നമ്മുടെ ചർച്ച. അപ്പൊ വുളൂഇന്റെ വെള്ളം അത് എവിടം വരെ എത്തി? അവിടെയൊക്കെ ഒരു മൂമിനിന് നാളെ മഹ്ശറിലും സ്വർഗത്തിലും പ്രത്യേകമായ ഒരു ചിഹ്നവും ഒരു അടയാളവും ഒരു പ്രകാശവും ശരീരത്തിന്റെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. ബിഹി ഖാല ഹദ്ദസനാ ഖുതൈബത്ത് ബിൻ സഈദ് ഹദ്ദസനാ ഖലഫുൻ യഅനി ഇബ്നു ഖലീഫത്ത അൻ അബി മാലിക് അൽ-അശ്ജഈ അൻ അബി ഹാസിം റളിയല്ലാഹു അൻഹു അൻഹും ഖാല കുന്തു ഖൽഫ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പിറകിലുണ്ടായിരുന്നു. വഹുവ യതവല്ലഉ ലിസ്സലാത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യണം. അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പിറകിലുണ്ടായി. ഫകാന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളായി യമുദ്ദു യദഹു, കൈ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ഹത്താ തബ്ലുഗ ഇബ്തഹു, കക്ഷം എത്തുന്നത് വരെ. അപ്പൊ കൈ കഴുകുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഇത്താലത്തു തഹ്ജീല് പറഞ്ഞില്ലേ, അങ്ങനെ ഈ വുളൂ ചെയ്യുന്ന സമയത്ത് ഇബ്ത്ത് വരെ, കക്ഷം വരെ വുളൂവിന്റെ വെള്ളവുമായിട്ട് കൈയങ്ങനെ കൊണ്ടുപോകും. ഹത്താ തബ്ലുഗ ഇബ്തഹു ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ ഹുറൈറ മാ ഹാദൽ വുളൂ, എന്താണ് ഇങ്ങനത്തെ ഒരു വുളൂ? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നിലക്ക് വുളൂ ചെയ്യുന്നത് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ വുളൂ അതിന്റെ ആ നിലക്ക് ഒരു കാമിലായ നിലക്ക് അദ്ദേഹം വുളൂ ചെയ്തു. ആ വുളൂ ചെയ്യുന്നത്
ഇത് ഇവരുടെയൊന്നും ശ്രദ്ധയിൽ അന്നലൊക്കെ ഉദു ചെയ്ത് പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് ഉദുവാണിത്? മാ ഹാദൽ ഉദു, ഇതൊരു അത്ഭുതകരമായ ഉദുവാണിത്. നിങ്ങളെന്തിനാ ഇങ്ങനെ നീട്ടിക്കഴുകുന്നത്? ഫഖാല യാ ബനീ ഫറൂഖ്, ബനൂ ഫറൂഖേ, ബനൂ ഫറൂഖ്, ബനൂ ഫറൂഖ് എന്ന് പറഞ്ഞാൽ അത് അറബികളുടെ ഒരു പ്രയോഗമാണ്. കൂടുതൽ മക്കളുണ്ടാകുന്ന സമൂഹത്തിന്, കൂടുതൽ മക്കളുണ്ടാകുന്ന കബീലക്കൊക്കെ ബനൂ ഫറൂഖ് എന്ന് പറയും. അപ്പൊ അവിടെ ഉള്ള ആളുകളൊക്കെ ധാരാളം മക്കളുണ്ടാകാറുണ്ട്. അതിനാണ് ബനൂ ഫറൂഖ്. ഫറൂഖ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെന്ന് പറയാം. അപ്പൊ ബനൂ ഫറൂഖ് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന, കസർത്തുൻ നസ്ലി, ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമൂഹമേ. അതുപോലെ ചൂടായിട്ട് പറഞ്ഞാണ്. ഇത്ര ഞാൻ മനുഷ്യന്മാരുണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒതു ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചൂടായിട്ട് പറഞ്ഞതാണ്. അന്തും ഹാഹുന, നിങ്ങളെന്തിനാ ഇട നിൽക്കുന്നത്? നിങ്ങളെന്തിനാ ഞാൻ ഈ ഒതു ചെയ്യുന്ന ഈ സ്ഥലത്ത് നിങ്ങളെന്തിനാ ഇവിടെ വന്ന് നിന്നത്? എന്റെ ഒതു വിശ്വാസാക്കാൻ. അന്തും ഹാഹുന, നിങ്ങളെന്തിനാ ഇവിടെ വന്ന് നിന്നത്? ഞാൻ ഉളുടുക്കുന്നതിനാ നിങ്ങൾ നോക്കാൻ പോയത്. ലൗ അരിത്തും അന്നക്കും ഹാഹുന, നിങ്ങളിവിടെ നിന്ന് എന്റെ ഒതു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാത്തവല്ലാഹു ഹാദൽ ഉദു, ഇക്കോലത്തിൽ ഞാൻ ഉദു ചെയ്യുമായിരുന്നില്ല. അറിയാത്ത സാധുക്കളാണ് നിങ്ങൾ. ഈ സാധുക്കളായ നിങ്ങൾ എൻ്റെ ഈ ഉദു ഇങ്ങനെ ശ്രദ്ധിക്കുമെന്ന് കണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും ഞാൻ ഇങ്ങനെ ഉദു ചെയ്യുമായിരുന്നില്ല. ചൂടായിട്ട് പറയുന്നതാണ്. സമയത്തു ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രയോഗം നോക്കിയേ. എൻ്റെ ഖലീല്, എൻ്റെ ഖലീല്, ഖലീല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചങ്ങായി. ചങ്ങായി ഹുല്ലത്തൈന ഉപയോഗിക്കുക. മനസ്സിൽ അവരല്ലാണ്ട് പറയാറുണ്ടാവില്ല. അപ്പൊ എൻ്റെ ഖലീലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഏത് സമയത്തും സൂക്ഷിച്ചു വെക്കുന്ന ഒരു അള്ളമായ ഒരാളുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. എൻ്റെ ഖലീൽ. പല പ്രാവശ്യം അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ധാരാളം ഹദീസുകളിൽ ഈ പ്രയോഗം കാണാൻ വേണ്ടി സാധിക്കും. എന്നോട് എൻ്റെ ഖലീൽ 3 കാര്യം ചെയ്യാൻ വേണ്ടി ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയില്ല. അങ്ങനെ പലപ്പോഴും പല ഹദീസുകളിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഖലീൽ എന്ന് പ്രയോഗിക്കാറുണ്ട്. എൻ്റെ ഖലീൽ പറയുന്നത് ഞാൻ കേട്ട്, യഖൂലു തബ്ലുഗുൽ ഹിയ്യത്തു മിനൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വളൂഉ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആഭരണം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ നൂറാനിയത്ത് അത് എത്തും. വുളൂഇന്റെ വെള്ളം എവിടം വരെ എത്തിയോ അവിടങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വുളൂഇന്റെ വെള്ളം എൻ്റെ ഇബുത്ത് വരെ എത്തിച്ചത്. നാളെ മഹ്ശറിൽ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എൻ്റെ ആഭരണം, എൻ്റെ നൂറാനിയത്ത്, നാളെ സ്വർഗത്തിൽ എൻ്റെ നൂറാനിയത്ത് എൻ്റെ ഇബുത്ത് വരെ എത്തണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ നിൽക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്, തബ്ലുഗുൽ ഹിയ്യത്തു മിനൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വളൂഉ. വുളൂഇന്റെ വെള്ളം എവിടം വരെ എത്തിയോ അവിടെയൊക്കെ മുഅ്മിനിന്റെ ആഭരണം അഥവാ മുഅ്മിനിന്റെ നൂറാനിയത്ത് നാളെ മഹ്ശറിൽ എത്തും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ നിലക്ക് വുളൂ ചെയ്തത്. ഇത് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട്, അവർക്കത് അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാ സംഗതിയും അത് അറിഞ്ഞുകൊള്ളണം, മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. പിന്നെ അന്നരക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ മുന്നിൽ എപ്പോഴും വുളൂ ചെയ്ത് കാണിച്ചു കൊടുക്കാറില്ല. കാരണം അതൊക്കെ പ്രയാസമുണ്ടാക്കുന്ന സംഗതികളല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴും സഹാബത്തിന്റെ മുന്നിൽ അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കാറില്ല. അത് മുഅ്മിനീങ്ങൾക്കൊരു പ്രയാസവും വിഷമവും ആയിത്തീരുന്നത് കൊണ്ട്. അപ്പോ അതിന്റെ മയനയിപ്പ അങ്ങനെയായി. ഇനി അത് തന്നെ ഇനിയും പറയുന്ന ഇസ്ബാഗുൽ വുദൂ തന്നെ. ബാബു ഫദ്ലി ഇസ്ബാഗുൽ വുദൂഇ മഅൽ മക്കാരി. വിഷമത്തോടു കൂടി വുദൂഇനെ പുതുക്കുക വലിയൊരു ഫളീലത്തുള്ള സംഗതിയാണ്. വിഷമം എന്ന് പറഞ്ഞാൽ എന്താ? വിഷമം എന്ന് പറഞ്ഞാൽ നല്ല ശിദ്ദത്തുൽ ബർദ്,
അശുദ്ധത്തുൽ ബറദ് കൊണ്ട് വെള്ളം തൊടാൻ വേണ്ടി സാധിക്കൂല. ദാറുൽ ഉലൂമിൽ ഞങ്ങൾ താമസിക്കുന്ന കാലത്ത് കടുത്ത തണുപ്പാണ്. അതുപോലെ ബാംഗ്ലൂരിലൊക്കെ ചില സമയത്തുണ്ടാവും തണുപ്പ്. പൈപ്പ് ചെന്ന് തുറന്നാൽ ചെറിയ നിലക്കുള്ള ഉറ്റുറ്റായിട്ട് വെള്ളം വീഴുന്നുണ്ടാവും. കാരണം ആ വെള്ളം ഐസായിട്ടുണ്ടാവും. അപ്പൊ അത്ര നിലക്ക് തണുപ്പ് ശുദ്ധത്താകുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് ഉദു ചെയ്യാം. ഫർദിന്റെ മേളിൽ ചുരുക്കുകയൊന്നും ചെയ്യാൻ അതിന്റെ ഫദീലത്ത് വലിയ ഫദീലത്തുള്ള സംഗതിയാണ്. അതുപോലെ ചിലപ്പോൾ നല്ല പനിയായിരിക്കും. ആ പനിക്കുന്ന സമയത്ത് ഉദു ചെയ്യാൻ കഴിയില്ല, തണുപ്പിന്റെ കടുപ്പം കൊണ്ട്. നല്ല പനിയാണെങ്കിൽ വെള്ളം കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിന്റെ പ്രയാസം അനുഭവിക്കും. അപ്പൊ അത്ര സമയത്ത് അതിന്റെ ഫദീലത്ത് മനസ്സിലാക്കിയിട്ട് ഉദു പുതുതാക്കുക, അതിന്റെ മഹത്വം. ഇസ്ബാബുൽ ഉദുഇ മഅൽ മക്കാരി, വിഷമമുള്ളതോടുകൂടി ബുദ്ധിമുട്ടും മശക്കത്തും ഉള്ളതോടുകൂടി ഉദു പുതുക്കുക. ബിഹി ഖാല ഹദ്ദസന യഹ്യ ബിൻ അയ്യൂബ വഖുതൈബത്തു വബിൻ ഹുജ്റിൻ ജമീഅൻ അൻ ഇസ്മാഈൽ ബിൻ ജഅഫർ ഖാല ബിൻ അയ്യൂബ് ഹദ്ദസന ഇസ്മാഈലു അഖബറനി അൽ-അലാഉ അൻ അബീഹി അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹും അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖത്തായ വയർഫഉ ബിഹി ദറജാത്ത്. തെറ്റുകളൊക്കെ അല്ലാഹു തആല മായ്ച്ചു കളയും, ദറജകൾ അല്ലാഹു തആല ഉയർത്തും. അങ്ങനെയുള്ള സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖത്തായ വയർഫഉ ബിഹി ദറജാത്ത്. സ്വർഗത്തിലുള്ള ദറജകൾ അല്ലാഹു തആല കൂട്ടിത്തരും, ചെയ്തുപോയ തെറ്റുകളെല്ലാം അല്ലാഹു തആല മായ്ച്ചു കളയും. അങ്ങനെയുള്ളൊരു സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖാലു ബലാ യാ റസൂലല്ലാഹ് ഖാല ഇസ്ബാഉൽ വുദൂഇ മഅൽ മക്കാരി, വിഷമമുള്ളതോടുകൂടി വുദൂ പൂർണ്ണമാക്കുക. വിഷമവും ബുദ്ധിമുട്ടുമാണ്. ആ വിഷമവും ബുദ്ധിമുട്ടും ഒന്നും വിലവെക്കാതെ പൂർണ്ണമായിട്ട് ആ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് വുദൂ ചെയ്യുക. ഏത് ചിന്തയോടുകൂടി ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല എനിക്ക് പുറത്തു തരണം. ഇങ്ങനെ വുദൂർത്താൽ അല്ലാഹു തആല തെറ്റുകുറ്റങ്ങൾ പുറത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി, ആ ഒരു ലക്ഷ്യത്തോടു കൂടി ബുദ്ധിമുട്ടുള്ള സമയത്ത് വെള്ളം ചൂടാക്കാതെ, അല്ല പനിക്കുന്ന സമയത്ത് വെള്ളം ചൂടാക്കാതെ വുദൂ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. ആ പ്രയാസം സഹിക്കുക. എന്തിനു വേണ്ടി? ദുനിയാവിലൊരു പ്രയാസമാണ് സഹിക്കുന്നത്. ദുനിയാവിൽ നിന്ന് ഈ വിഷമം സഹിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ട്, അത് അല്ലാഹു തആല എനിക്ക് പുറത്തു തരും. തെറ്റുകുറ്റങ്ങളെ പുറത്തു തരില്ല ഈ വിഷമം അനുഭവിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല എനിക്ക് പുറത്തു തരും. ഈ വിഷമം കുറച്ച് അനുഭവിച്ചാൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വുദൂ പൂർണ്ണമായിട്ട് ചെയ്യണം. ഇസ്ബാഉൽ വുദൂഇ മഅൽ മക്കാരിഹി. കസറത്തുൽ ഖുത്താ ഇലൽ മസാജിദ്, പള്ളികളിലേക്കുള്ള ചവിട്ടടി അധികരിപ്പിക്കുക. ദൂരത്താണ് മസ്ജിദ്. മസ്ജിദ് ഉള്ളത് വീട്ടിൽ നിന്ന് കുറെ ദൂരത്താണ്, കുറെ നടക്കണം. ആ നടന്നു പോവുക. കാരണം ഓരോ ചവിട്ടടി നടക്കുമ്പോഴും അവൻ ചെയ്ത ഓരോ തെറ്റ് അല്ലാഹു തആല പൊറുത്തു കൊടുക്കും. ഓരോ ചവിട്ടടി വെക്കുമ്പോഴും അവന്റെ ദറജകൾ അല്ലാഹു തആല കൂട്ടിക്കൊടുക്കും. കസ്റത്തുൽ ഖുത്താ ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് മസ്ജിദുകളിലേക്കുള്ള ചവിട്ടടി. ദൂരത്തുള്ള മസ്ജിദാണെങ്കിലും ആ മസ്ജിദിലേക്ക് നടന്നുകൊണ്ട് ബുദ്ധിമുട്ട് പ്രയാസം സഹിച്ചുകൊണ്ട് നിസ്കാരത്തിനും ജമാഅത്തിനും വേണ്ടി പള്ളിയിലേക്ക് പോകുക. അതും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പുറത്തു തരാനും ആഖിറത്തിലുള്ള ദറജ കൂടാനുമുള്ള വഴിയാണ്. വന്തിലാറു സ്വലാത്തി ബൈദ സ്വലാത്തി, ഒരു നിസ്കാരം കഴിഞ്ഞാൽ
അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക. ദുഹർ നിസ്കരിച്ച് ഓൻ ചിന്തിക്കുന്നു, എപ്പോഴാണ് റബ്ബേ അസ്ർ, ഒന്ന് അസ്ർ വന്നു കിട്ടിയെങ്കിൽ, എപ്പോഴാണ് അസ്റായോ. ആ ചിന്ത ഇങ്ങനെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മസ്ജിദിലാണെങ്കിൽ മസ്ജിദിൽ തന്നെ ഇരുന്നിട്ട് അടുത്ത ജമാഅത്ത് വരെ മസ്ജിദിൽ തന്നെ ജമാഅത്ത് കാത്തുകൊണ്ടിരിക്കുക. അതും ഇന്തിലാറു സ്വലാത്തിൽ പെട്ടതാണ്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കലും ഇന്തിലാറു സ്വലാത്തിൽ തന്നെയാണ്. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലുള്ള ചിന്ത ഏത് സമയത്തും അടുത്ത നിസ്കാരമായോ അതായിരിക്കണം ഒരു മുഅ്മിനിന്റെ ചിന്ത. അങ്ങനെ ആ ചിന്തയാകുന്ന സമയത്താണ് തഅല്ലുഖുൽ ഖൽബി ബിസ്സലാത്തി, മനുഷ്യന്റെ മനസ്സ് ബന്ധിച്ചുകൊണ്ടിരിക്കുക. മഴ സമയത്താണ് പള്ളിയിൽ പോയത്, മസ്ജിദിൽ പോയത്. തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഓൻ ചിന്തിക്കുന്ന, റബ്ബേ അടുത്ത വഖത്തിന്റെ ജമാഅത്തിന് എനിക്ക് വരാൻ സാധിക്കുമോ? മഴയുണ്ട്, ഞാൻ അടുത്ത വഖത്തിൽ ഇപ്പോൾ വീട്ടിലേക്ക് പോയാൽ അടുത്ത വഖത്തിലെ ജമാഅത്തിന് എനിക്ക് വരാൻ സാധിക്കുമോ? ആ സംശയമുണ്ടാകുന്നു. എന്നിട്ട് നിസ്കാരം പ്രതീക്ഷിച്ച പള്ളിയിൽ തന്നെ ഇരിക്കുന്നു. ഇന്തിലാറു സ്വലാത്തി ഫദാലികും റിബാത്ത്, അതിനാണ് റിബാത്ത് എന്ന് പറയുക. ഖുർആനുൽ അദീം ഇസ്ബിറൂ യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറൂ വസബിറൂ വറാബിത്തു എന്ന് ഖുർആനുൽ അദീം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റാബിത്തു എന്ന് പറഞ്ഞ ആ സാധനം, ആ റിബാത്ത്, റിബാത്തിന്റെ ലഫ്ലുമാന എന്താണ്? നാടാക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുന്ന സമയത്ത് അഴുതാക്കൾ നാട് ആക്രമിക്കാൻ വേണ്ടി വരുമ്പോ അവരെ ചെറുത്തു നിൽക്കാൻ വേണ്ടി നാട്ടിന് കാവൽ നിൽക്കുക. അതാണ് റിബാത്തിന്റെ ഇസ്തിലാഹിയായ മാന. അതേസമയം അതിൽപ്പെട്ടത് തന്നെയാണ് കൽബിലി ശൈത്താൻ വന്ന് കൂടുന്നതിനെ തൊട്ട് കൽബ് കാക്കുക. നിസ്കാരം ആ ചിന്ത തന്നെ വരുന്ന സമയത്ത് ശൈത്താൻ കൽബിലേക്ക് കയറി വരൂല. അതുകൊണ്ടാണ് ഫദാലികും റിബാത്ത്, അതിനാണ് അതിർത്തി കാക്കുക. റിബാത്ത് എന്ന് പറയുന്നതാണ് ഇന്തിലാറു സ്വലാത്തി ബഅദ സ്വലാത്തി കസറത്തുൽ ഖുത്താഇൽ മസാജിദ്, ഇന്തിലാറു സ്വലാത്തി ബഅദ സ്വലാത്തി ഫദാലികും റിബാത്ത്. അബീഹി ഖാല ഹദ്ദസനി ഇസ്ഹാഖ് ബിൻ മൂസൽ അൻസാരി حدثنا معن حدثنا مالك قال وحدثنا محمد بن المثنى حدثنا محمد بن جعفر حدثنا شعبة جميعا من العلاء بن عبد الرحمن بهذا الاسناد وليس في حديث شعبة ذكر الرباط وذلكم الرباط എന്ന് പറഞ്ഞത് ഷുഅബയുടെ റിവായത്തിൽ ഇല്ല, മറ്റു റിവായത്തുകളിലുണ്ട്. അപ്പൊ ഈ ഹദീസ് മാലിക്കിന് സിന്തൈനി ദിബാത്തു എന്ന് 2 പ്രാവശ്യമുണ്ട് മാലിക്കിന്റെ റിവായത്തിൽ. അതൊക്കെ റിവായത്തുകളിലുള്ള ഇഖ്തിലാഫ്. ചുരുക്കത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കിയത്, ഏത് സമയത്തും തഹാറത്തുണ്ടായിട്ട് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക. ദൂരെ നിന്ന് പോലും മസ്ജിദിലേക്ക് നടന്നു പോവുക. ഇതെല്ലാം ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കാനും ആഖിറത്തിലെ ദർജ കൂടാനുമുള്ള കാരണമാണ്. സഹാബത്തിൽ ചിലര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ വീട് കുറെ ദൂരത്താണ്, സ്ഥിരമായി മസ്ജിദിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീടൊന്ന് പള്ളിന്റെ അടുത്തേക്ക്, മസ്ജിദുൻ നബവിയുടെ അടുത്തേക്ക് ഞങ്ങളുടെ വീട് മാറാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, വേണ്ട ദിയാറക്കും തുക്തബ് ആഹാറുക്കും, വേണ്ട, നിങ്ങളുടെ വീടിപ്പോൾ എവിടെയാണ് ഉള്ളത്, ആ വീട് അവിടെ തന്നെ നിന്നോട്ടെ. തുക്തബ് ആഹാറുക്കും, നിങ്ങളുടെ ആസാറ്, മസ്ജിദിലേക്ക് നടന്നു വരുന്ന ആ ആസാറ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസനാത്തിന്റെ പട്ടികയിൽ എഴുതപ്പെടും. പള്ളിയുടെ അടുത്തേക്ക്
വീട് മാറുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴുള്ള അവിടെ തന്നെ നിന്നിട്ട് മസ്ജിദിലേക്ക് നടന്നു വരലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ ഹദീസ് നമുക്കറിയാം. ഇത് പറഞ്ഞാലും മസ്ജിദിന്റെ കുറെ ദൂരത്താണ് വീടുകൾ എന്ന കാരണത്താൽ ജമാഅത്തിന് വരുന്നതിൽ നിന്ന് മാറി നിൽക്കാതെ മസ്ജിദിലേക്ക് ജമാഅത്തുകൾക്ക് വരണം. വുളൂ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് വുളൂ എടുക്കണം. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം എപ്പോഴാണ് ഖൽബ് കൊണ്ട് നിസ്കാരം അതിങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയും റഹ്മുർ റഹീമീനായ റബ്ബേ ഈ സാധുക്കളായ ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ പെടുത്തുറബ്ബേ. റബ്ബൽ ആലമീൻ പൂർണ്ണമായി വുളൂ ചെയ്തുകൊണ്ട് വുളൂവിന്റെ ആധാറിനാലുള്ള നൂറാനിയത്ത് നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം എന്ന് ഖുർആനിൽ പറഞ്ഞ ആ നൂറാനിയത്ത് മഹ്ശറിലും സ്വർഗത്തിലും സാധുക്കളായ ഞങ്ങൾക്ക് നീ താ റഹ്മാനെ അത് ചെയ്യാനുള്ള ഇത്തരം അമലുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടും അതൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് താ റബ്ബേ. ഇതൊക്കെ കേട്ട് ഈ ഹദീസുകളും ഇതിന്റെ ഫളായിലും ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാതെ വിടുന്ന നിലക്കുള്ള ഒരു ഖൽബ് നീ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.